ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരുണ്ടാകും. ഈ ജ്യേഷ്ഠാനുജന്മാർ നിങ്ങൾക്ക് അന്യരാണ്. ഇവരോടൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല. ഇവരെ ബൈക്കിന്റെ പിന്നിൽ കയറി വീട്ടിലേക്ക് പോകാനും ആശുപത്രിയിലേക്ക് പോകാനും പറ്റൂല. ഇത് നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളാണ്. മുത്തുനബി മരണത്തിന് തുല്യമാണ് ഈ ഇടപെടലെന്നും ഈ കാണലെന്നും കൂടിപ്പെരുമാറലെന്നും പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അന്യരുമായി വല്ലപ്പോഴും കാണുന്നത് പോലെയല്ല, സ്വന്തക്കാരുമായി അമിതമായി അടുത്ത് ഇടപഴകിയാൽ പിശാചിന് തിന്മ ചെയ്യിപ്പിക്കാൻ അനുകൂല സാഹചര്യം ഉണ്ടാകും. അതിന് അവസരം വരാതിരിക്കണമെങ്കിൽ സൂക്ഷ്മത പുലർത്തണം. ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ആവശ്യമായ അകലം മാനിച്ചു പെരുമാറണം. ഭർത്താവിന്റെ ഉമ്മ എന്ന് പറയുന്നതും വാപ്പയും സ്വന്തം മാതാപിതാക്കളെ പോലെയാണ്. നമുക്കറിയാലോ, ഭർത്താവിനെ ഭാര്യ തൊട്ടാൽ ഒലുമുറിയും, എന്നാൽ ഭർത്താവിന്റെ പിതാവിനെ തൊട്ടാൽ ഒലുമുറിയില്ല എന്ന് പറഞ്ഞാൽ പോയി ഇങ്ങനെ തൊടാം എന്നല്ല. പക്ഷേ ബാപ്പയുടെ ഒരു സ്ഥാനമാണ് അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും അവർക്ക് അവകാശമുണ്ട്. അങ്ങനെ അവർ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തലായി കാണുന്ന ധാരണയാണ് ആദ്യം മാറ്റിവെക്കേണ്ടത്. മോശം കാക്കാന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഡീറ പിടിച്ചു. എന്ത് കണ്ടാലും മുപ്പര് ചീത്ത അറിയുന്ന ചീത്ത പറയല്ല, അയാൾക്ക് അവകാശമല്ലേ? അയാളെ മകളെ പോലെയാണ് നിങ്ങൾ. അവരെന്തിനാ പറയും? കുട്ടി കരയണേനായിരിക്കും ചിലപ്പം പറയാ, അല്ല വേറെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും. അത് സ്നേഹം കൊണ്ട് പറയുന്നതാ. അത് വാപ്പ പറയുന്നത് പോലെയാണ് എന്ന് ഉൾക്കൊള്ളാൻ മരുക്കൾ ചിന്തിച്ചാ മതി. അമ്മായിമ്മമാർക്കൊക്കെ അർഹിക്കുന്ന പരിഗണന കൊടുത്താൽ മരുക്കളെ തലയിൽ ഉൾപ്പിച്ചു കൊണ്ടടക്കുക. ഒരമ്മായിമ്മയും മരുക്കൾ കണ്ണീരൊടുക്കണം എന്ന് ആഗ്രഹിക്കൂല. നിങ്ങൾക്കറിയോ, ഈ കല്യാണം നടത്താൻ ആരാ മുൻകൈയെടുത്തത്? ഈ അമ്മായിമ്മയാണ്. എത്ര കാലായി അമ്മോശാക്കനോട് പറയണ്, ഭർത്താവിനോട് ഒന്ന് നോക്കി, ഓനിപ്പോ 22 വയസ്സായില്ലേ. അങ്ങനെ കാത്തു 25 വയസ്സായതിന്റെ ശേഷമാണ് വാപ്പ് കെട്ടിച്ച. അതിന്റെ മുമ്പേ തുടങ്ങിയ ഉമ്മ. അപ്പൊ ഈ ഉമ്മാക്ക് ഈ മരുമോളോടും മകനോടും വലിയ സ്നേഹമാണ്. അവര് കണ്ണീര് കുടിക്കണമെന്നും പ്രയാസപ്പെടണമെന്നും ഒരു ഉമ്മയെ ആഗ്രഹിക്കൂല. പിന്നെ അവര് എപ്പോഴാണ് ചിലപ്പോഴൊക്കെ മോശമായി പെരുമാറുക? അതിനൊരു മനഃശാസ്ത്രമുണ്ട്. തന്റെ മകനിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട അർഹമായ സ്നേഹം ഈ കയറി വന്ന മരുമകൾ കാരണമായി തടയപ്പെട്ടു പോകുന്നു എന്ന ധാരണ വരുമ്പോഴാണ് അമ്മായിമ്മ പീഡനം ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? ഉമ്മാനെ പരിഗണിച്ച് പെരുമാറാൻ ശീലിക്കുക. ആ ബോധമില്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ ഭാര്യമാർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ നാട്ടിലെ വിവരണം, പുരയിലെ വിവരമൊക്കെ അറിയണം അല്ലെ? അതിനുവേണ്ടി നമ്മളിപ്പോ ഫോൺ ചെയ്യലാ പതിവ്. ഈ ഫോൺ ചെയ്യൽ പലരും വേണ്ട പോലെ ചിന്തിക്കാതെ ആരോട് മാത്ര ഫോൺ ചെയ്യുക? ഭാര്യയോട് മാത്ര. ഈ നെറ്റിലട് കയറിയ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും എല്ലാ ദിവസവും. എന്നാൽ ഈ കിളികിളി എന്ന് പറയുന്നത് അപ്പുറത്തുനിന്ന് ആര് കേൾക്കുന്നുണ്ട്? ഉമ്മയും ബാപ്പിയും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്നാ അവർക്ക് ഫോൺ കൊടുക്കൂല, ഓലോടിട്ട് സംസാരിക്കൂല. ഓലോട് ചിലപ്പോ മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ എപ്പോഴെങ്കിലും ഒരു വിളിയാ. ഭാര്യനെ എന്നും വിളിക്കുന്നത് ഇവർ അറിയുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായും ഉമ്മാക്ക് മനസ്സിലൊരു വേദന തോന്നും. ഞാനല്ലേ ഓനെ ഗർഭം ചുമന്ന് പെറ്റുപോറ്റി വളർത്തി, ഇന്റെ 10 സെന്റ് സ്ഥലം വിറ്റല്ലേ ഓനെ ഗൾഫ് പറഞ്ഞേച്ച്. ഇപ്പൊ ഓന് ഓള് വന്ന് നോക്കുമ്പോൾ ഓളെ മാത്രം മതി, കണ്ടോ എന്നും സംസാരിക്കണം. ആ ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങളെ കുഞ്ഞമ്മേന്റെ വർത്താനം എന്തൊക്കെ സുഖം തന്നെയല്ലേ? ദുബായില് പ്രശ്നമൊന്നുമില്ലല്ലോ. ഭർത്താനെ ഓന്റെ ഓളതാണ്, ഓളോട് ചോദിച്ചു നോക്ക്. വിവരമൊക്കെ ഓളെ ഇരുത്താള്. എന്നെപ്പോ വിളിച്ചിട്ട് 2-3 മാസമായി. ഒരാഴ്ച ആണെങ്കിൽ 2-3 മാസം എന്നാ പറയാ. കാരണം അത്രയും വിഷമം ഉണ്ടാവും. ഭാര്യക്ക് അനർഹമായ പരിഗണന കിട്ടുന്നു, എന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പം ഉമ്മാക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം ആരോട് പ്രകടിപ്പിക്കും? ഈ മരുമകളോട് പ്രകടിപ്പിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ള മരുമക്കൾ എന്ത് ചെയ്യണം? ഭർത്താവ് വിളിച്ചാൽ ഉമ്മണ്ട് ഇവിടെ ഞാൻ കൊടുക്കാം എന്നാണ് വേഗം ആട് കൊടുക്കുക. ഉമ്മനോട് 2 സംസാരിച്ച് നമുക്ക് സന്തോഷമായി. പിന്നെ നിങ്ങളൊരു മണിക്കൂർ സംസാരിച്ചു, ഒരു വിഷമവും. ഇതാ ബുദ്ധിയുള്ളവര് ചെയ്യേണ്ടത്. ഭർത്താവിന് ബുദ്ധിയില്ലെങ്കിൽ ഭാര്യ ഈ ബുദ്ധി കാണിക്കണം. ഇതുപോലെ അമ്മായിമ്മമാർക്ക് അർഹിക്കുന്ന എല്ലാ പരിഗണനയും ആദരവും അവരെ ഇരുത്തേണ്ട സ്ഥാനത്തൊക്കെ. വലിയ ഭാരമുള്ള പണി എടുക്കാൻ പോവാണ് അമ്മായിമ്മ. നാം മരുവൾ ഇടപെട്ട്, വേണ്ട നിങ്ങൾ എടുക്കണ്ട, അത് ഞാൻ എടുത്തോളാം, നിങ്ങൾ ഇനിയിപ്പോ ആ തലവേദന 2ാമത് ഇളക്കണ്ട, മുട്ടുവേദന കൂടണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ ഉമ്മ ഇനി ഒന്നും എടുക്കാതെക്കോ? ഇല്ല. ഉമ്മക്ക് സ്നേഹം കൂടുക ചെയ്യുക, ഈ മരുവളോട് സഹകരിച്ച ഉമ്മ പോവുക. ഉമ്മങ്ങളെ വീട്ടിലേക്ക് സിയാറത്തിന് വന്നു, സന്ദർശനത്തിന് വന്നു.
തിരിച്ചു പോന്നാൽ ഉമ്മക്ക് ആഗ്രഹം ഉണ്ടാവും, എന്താ നിങ്ങള് പരക്കാരി നമ്മളെ പറ്റിയൊക്കെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അറിയാൻ പൂതി ഉണ്ടാവും. അപ്പൊ എന്ത് പറയാ, നിങ്ങളെ കണ്ടിട്ടോലൊക്കെ ചോദിച്ചു എന്റെ നാത്തൂനാണോ എന്നാ ചോദിച്ചത്. അതെന്തേ, നിങ്ങളത്രയും വയസ്സോ നിൽക്കുന്നില്ല. ആ മരോളോടുള്ള പ്രിയത്രയിക്കുന്നറിയാം. അഞ്ചലിന്നാസ മനാസിൽ ഓരോരുത്തർക്ക് ഇങ്ങനെ അറിയിക്കുന്ന സാധനം നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷമുള്ളത് പറയാം.